പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയരങ്ങൾ ഉശാന. ദൈവമായ നാമത്തിൽ വന്ദനം വരുവാനിക്കുന്നതും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണയെന്ന മനുഷ്യരാജാവേ, നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടവും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ബാർക്കിമോർ. മനുഷ്യരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചവനും സകലവും പരിപാലിക്കുന്നവനുമായ കർത്താവേ, നിന്നിൽ തന്നെ ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റിനെ ശാസിച്ച് ശിഷ്യന്മാർ കയറിയിരുന്ന വഞ്ചി ഗലീല കടലിൽ മുങ്ങിപ്പോകാതെ അവരെ രക്ഷിച്ച നാഥ, നിന്റെ ആംഗ്യത്തിൽ സകല പ്രകൃതിയും കീഴടങ്ങുന്നു. പകർച്ചവ്യാധികൾ നിമിത്തം നശിക്കുന്ന മനുഷ്യരുടെ മേൽ മനസ്സലിയണമേ. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ നിന്റെ കൽപ്പന പ്രകാരം പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചു. അതുപോലെ നിന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോടും ഉത്തരമരളി ഞങ്ങളെ രക്ഷിക്കണമേ. അഹറോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്തയെ നിരോധിച്ചതുപോലെ ബലഹീനങ്ങളായ ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയെയും തടയണമേ. പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും മധ്യത്തിൽ ഞങ്ങൾ നിന്നെ അവിശ്വസിക്കുവാൻ ഇടയാകരുതേ. ധനവാന്റെ പടിക്കൽ കിടന്ന ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ ആശ്വാസം കണ്ടെത്തിയതുപോലെ ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും പരലോകത്തിൽ നീ ആശ്വാസം നൽകുമെന്ന പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. കർത്താവേ, നിന്റെ ഹിതത്തിന് പൂർണ്ണ മനസ്സോടെ വിധേയരാകുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നുവെന്ന് വിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പോലെ പറയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസവും ധൈര്യവും ദിവ്യസ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. ബോംബെ ഭദ്രാസനത്തിൻ്റെ തിയോ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനയോഗത്തിൽ യുവജന പ്രസ്ഥാനം ഹോസ്റ്റ് ചെയ്യുന്ന ഈ സന്ധ്യാസമയത്ത് ആമുഖ സന്ദേശം നൽകുവാൻ എനിക്ക് ലഭിച്ച കൃപയ്ക്കായിട്ട് സർവശക്തന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി മാറി, നമ്മുടെ ഭവനങ്ങൾ പലരുടെയും ഓഫീസുകളായി മാറി, നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളായി മാറി. ഭവനത്തിൽ വരുവാൻ പോലും സമയമില്ലായിരുന്ന നമുക്ക് ഇന്ന് ഭവനങ്ങളിൽ നമ്മുടെ കുടുംബത്തോടൊത്ത്
അല്പസമയം ഇരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം തമ്പുരാൻ അവസരം തന്നിരിക്കുകയാണ്. നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിയന്ത്രിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും ദൈവം തമ്പുരാൻ നമുക്കൊരുക്കി തന്നിരിക്കുകയാണ്. ഇപ്രകാരമുള്ള ഈ സാഹചര്യത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന പല സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവമാണ് നിഗള സ്വഭാവം എന്നുള്ളത്. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഈ നിഗള സ്വഭാവം വരുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഞാനെന്നുള്ള ഭാവവും ഈ നിഗള സ്വഭാവവും വന്നു ചേരാറില്ലേ? അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് എതിർക്കും എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. സുപ്രസിദ്ധമായ MGM സ്റ്റുഡിയോ, അതായത് മെട്രോ ഗോൾഡ്വിൻ മേയർ സ്റ്റുഡിയോയുടെ സ്ഥാപകരിൽ ഒരാളായ ഷമുവേൽ ഗോൾഡ്വിൻ തൻ്റെ സ്ഥാപനത്തിലെ സംവിധായകനായ വില്യം വെയിലറുമായി വാഗ്വാദമുണ്ടാകുന്നത് ഒരു പതിവായിരുന്നു. അടുത്ത മുറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് നിരന്തരം ഒരു ശല്യമായി മാറിക്കൊണ്ടിരുന്നു. ഒരിക്കൽ കഥാവിഭാഗത്തിൻ്റെ തലവനായ മെറിറ്റ് ഹാർഡ്ബൾട്ട് തനിക്ക് മറ്റൊരു മുറി ശരിയാക്കി തരണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഒടുവിൽ ഗോഡ്വിൻ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഗോഡ്വിൻ വില്ലിയോട് ഇപ്രകാരം പറയുന്നു, ഇനി നാം കണ്ടുമുട്ടുമ്പോൾ മേശപ്പുറത്ത് $100 വീതം 2 പേരും വെക്കണം. ആദ്യം ശബ്ദമുയർത്തുന്ന ആളുടെ രൂപ നഷ്ടപ്പെടുമെന്ന്. ഒരു പരിധിവരെ ആ പ്രശ്നത്തിന് ഇവിടെ പരിഹാരമുണ്ടായെങ്കിൽ പോലും കുശുകുശുപ്പ് മാത്രമായി അവിടെ ശേഷിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ പക്ഷെ നിർദ്ദേശിക്കുന്നത് നിശബ്ദതയെക്കുറിച്ചല്ല, മറിച്ച് പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. സ്വാർത്ഥതയും അഹങ്കാരം എന്നിവ ഫലപ്രദമായി നേരിടുവാനുള്ള വഴികളെ ഇവിടെ യാക്കോബ് ശ്ലീഹ ഇതിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുകയാണ്. 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിൻ്റെ സ്വഭാവമായ സ്വാർത്ഥ സ്വഭാവം നമ്മിൽ വരുമ്പോൾ യഹോവയാം ദൈവം നമ്മെ എതിർക്കും എന്ന് നാം ആദ്യമേ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ സാത്താൻ നമ്മുടെ ഇടയിൽ നിന്ന് ഓടിപ്പോകണമെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, 2 കാര്യങ്ങളിവിടെ വ്യക്തമാക്കുന്നു. ഒന്ന്, ദൈവത്തിന് കീഴടങ്ങുകയും, അതായത് താഴ്മയുടെ അനുഭവം, താഴ്മയുടെ ആത്മാവിനെ വളർത്തിയെടുക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. താഴ്മയുടെ ഭാവം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെന്ന് യാക്കോബ് ശ്ലീഹ ഇവിടെ പറയുകയാണ്. താഴ്മ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അധികാരത്തിന് കീഴ്പ്പെടുക എന്നതാണ് അർത്ഥം. ഇവിടെ ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ അധികാരത്തെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് നാം ഓരോരുത്തരും സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തിൽ കീഴ്പ്പെട്ടവരായിട്ട്,
താഴ്മയോടുകൂടി ജീവിക്കുവാൻ സാധിക്കണമെന്ന് പറയും. ഇത് തന്നെയല്ലേ വിശുദ്ധ വേദപുസ്തകവും നമ്മുടെ പിതാക്കന്മാരും നമ്മളോട് ഓർപ്പിക്കുന്നത് കുമ്പിട്ട് നമസ്കരിക്കണമെന്നുള്ളത്. കുമ്പിട്ട് നമസ്കരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് വ്യക്തമാക്കുന്നത്? നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കാൽക്കിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ പൂർണ്ണമായിട്ടും എൻ്റെ ആത്മാവിനെ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നല്ലേ അർത്ഥവത്താക്കുന്നത്. അപ്രകാരം താഴ്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് യാക്കോബ് ശ്ലീഹ ഒന്നാമതായിട്ട് പറയുകയാണ്. രണ്ടാമത് പറയുന്നു പിശാചിനെ എതിർക്കണമെന്നുള്ളത്. പിശാചിനെ എതിർക്കണമെന്ന് പറയുമ്പോൾ ദൈവവും പിശാചും തമ്മിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. താഴ്മ, നിസ്വാർത്ഥത, ആശ്രയം എന്നിവ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാർത്ഥത, അഹംഭാവം, സ്വാശ്രയം എന്നിവ പിശാച് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി സന്ധ്യാസമയം നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മൾ ആരുടെ ആഗ്രഹത്തിനാണ് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്? പലപ്പോഴും പിശാചിൻ്റെ ആഗ്രഹമാകുന്ന സ്വാർത്ഥതയ്ക്കും അഹംഭാവത്തിനും സ്വാശ്രയത്തിനും നാം ഓരോരുത്തരും അറിഞ്ഞുമറിയാതെയും വഴങ്ങിക്കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത് പിശാചിനെ എതിർക്കണമെന്ന് പറയുന്നത്. പിശാചിനെ എതിർത്തുകൊണ്ട് ദൈവത്തിലേക്ക്, താഴ്മയുടെ അനുഭവത്തിലേക്ക് വരണം. ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ പിശാച് നമ്മിൽ നിന്ന് ഓടിപ്പോകുകയുള്ളൂ. പിശാചിനെ നമ്മിൽ നിന്ന് ഓടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സമൂഹത്തിലെ പഠിപ്പിക്കലുകളെല്ലാം സ്വയം താഴ്മയെ എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവൻ്റെ മുതുകത്തെ ചവിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വേദനയിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മുതിരണമെന്നാണ് ഇന്നത്തെ സമൂഹം പഠിപ്പിക്കുന്നത്. അപ്രകാരം നാം നമ്മുടെ സ്ഥാനമാനങ്ങൾ കെട്ടിപ്പടുത്തുമ്പോൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് മുള്ളുവേലി കെട്ടുമ്പോൾ നാം ഓർത്തുകൊള്ളണം, നമ്മുടെ മുള്ളുവേലി മറ്റുള്ളവൻ്റെ ഹൃദയത്തെയാണ് കൊണ്ട് കീറുന്നത്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വേദന ജനിപ്പിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ദൈവനിശ്ചയമല്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുറിപ്പെടുത്തുന്നുവെങ്കിൽ, നാം പ്രവർത്തിക്കുന്നത്, നാം ചിന്തിക്കുന്നത് പിശാചിനോടൊത്താണ് നാം മനസ്സിലാക്കണം. അതിന് വ്യത്യസ്തമായിട്ട് വിശുദ്ധ കന്യാമറിയം പഠിപ്പിച്ചതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ, നാം പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാകണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാകണം. ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല മക്കളായിട്ട്, ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല മനസ്സുള്ളവരായിട്ട് തീരുവാൻ സാധിക്കുമ്പോഴേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വാർത്ഥതയെ വെടിഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിൻ്റെ, മനസ്സിൻ്റെ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. 32-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും നമ്മെ സമർപ്പിച്ച് സ്വാർത്ഥ മനോഭാവം വിട്ട് ദൈവ സ്വഭാവമുള്ളവരായി തീരുമ്പോഴല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്രകാരം യഥാർത്ഥമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിന് വിരമിക്കുന്നു.
ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതം ആക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതം ആക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. In the name of the Father, the Son, and the Holy Spirit, one true God. His grace, our beloved Tirmeni, respected Achans and sisters, dear parents, and my dear brothers and sisters. This evening, I would like to spend some time on the verses from the book of Prophet Habakkuk, chapter 1, verses 2 to 4. O Lord, how long must I call for help before you listen? Before you save us from violence? Why do you make me see such trouble? How can you endure to look on such wrongdoing? Destruction and violence all around me, and there is fighting and quarreling everywhere. The law is weak, useless, and justice is never done. Evil men get the better of the righteous, and so justice is perverted. Here in these verses, Prophet Habakkuk, who was deeply disturbed by the violence surrounded him, he is asking questions to the God of heaven and earth. In today's time, many of us are disturbed seeing the affairs of this world around us, be it the pandemic and the impact of it on us, great and mighty powers of the world on the threshold of engaging into a bloody war, religion against religions, etc., and impact of all this on the economy, resulting in despair among humans, and so on. We would also ask, where is God in midst of all this, like Prophet Habakkuk? There is a brilliant painting, a masterpiece on the ceiling of the Sistine Chapel at the Vatican, known as God and Adam, painted by the great Michelangelo. I would recommend to please check this picture on Google.
If we look at the painting, we notice that the figure of God is extended toward the man with great vigor. He twists his body to move it as close to the man as possible. God's arm is stretched out, his index finger extended straight forward. Every muscle is taut. This God is rushing toward Adam on a cloud, one of the chariots of heaven propelled by the angels. It is as if, even in the midst of all the splendor of all creation, God's entire being is wrapped up in his impatient desire to close the gap between himself and man. He cannot wait. His hand comes within a hairbreadth of the man's hand. The painting is traditionally called the creation of Adam, but some scholars say it should be called the endowment of Adam. Adam has already been given physical life. His eyes are open. He is conscious. What is happening is that he has been offered life with God. All of man's potential, physical and spiritual, is contained in this one timeless moment. Apparently, one of the messages that Michelangelo wanted to convey is God's implacable determination to reach out to and be with the person he created. God is as close as he can be. But having come that close, he allows just a little space so that Adam can choose. He waits for Adam to make his move. Adam is more difficult to interpret. His arm is partially extended toward God, but his body reclines in a lazy pose, leaning backward as if he has no interest at all in making a connection. Maybe he assumes that God, having come this far, will close the gap. Maybe he is indifferent to the possibility of touching his Creator. This picture reminds us God is closer than we think. He is never further than a prayer away. All it takes is the barest effort, the lift of a finger. The story of the Bible isn't primarily about the desire of people to be with God. It is the desire of God to be with his people. The primary promise in the Bible is not, I will forgive you, although, of course, that promise is there. It is not the promise of life after death, although we are offered that as well. The most frequent promise in the Bible is, I will be with you. Before Adam and Eve ever sinned or need forgiveness, they were promised God's presence. He would walk with them. The promise came to Enoch, who walked with God. It was made to Noah, to Abraham and Sarah, to Jacob and Moses, to David and Amos, to Mary and Paul, and too many others to the list. It is the reason for courage. Do not be terrified, for the Lord your God will be with you wherever you go. It kept them going in darkness. We recite this psalm every day. Though I walk through the valley of the shadow of death, I will fear no evil, for thou art with me. Psalms 23. When Jesus left, his promise was to spend Spirit, so that he is with us always, even to the end of the age. Let us remind ourselves, God is still in the business of coming down to earth, to this place where we are now. Any place can become Bethel, the house of God. God is calling us. In a city of Dothan, a servant of the prophet Elisha was terrified because
He and his master were surrounded by Israel's enemies. What shall we do? He cried. Elisha tells him to calm down and tells him, for those who are with us are more than those who are with them. Then prayed for him, O Lord, open his eyes so he may see. And the Lord opened his eyes, and he saw that he was surrounded by horses and chariots of fire, the protection of God. What if this were to become our prayer as well? What if every time we are challenged or burdened, we too are surrounded by His power and protection? And what if God should open our eyes? In the temple in the night, a young boy named Samuel heard his name called out. He thought it was the priest Eli and kept running to his room. Finally, Eli realized that it was God speaking to Samuel. But Samuel did not yet recognize God's voice. So Eli instructed him that the next time he hears the voice, he should assume it was from God. He should invite to speak further and then be ruthlessly obedient. What if God were to have the ministry of Eli to us? What if God has been speaking to us, calling by our name, only we did not know it? The Spirit of God is available to all of us, flowing all the time. He is at work all the time. If we see Jacob's story in the Old Testament, Jacob's life starts to change, but not at all at once. God's presence does not mean he is exempt from problems or character flaws. Jacob decides to the enormous risk of reconciling with his brother. Jacob sees his brother after 2 decades of separation and hatred. While we anticipate Esau will kill him, Esau ran to meet Jacob and embraced him. He threw his arm around his neck and kissed him, and they wept. Jacob makes one great statement: to see your face is like seeing the face of God. Once you see God in an ordinary moment, at any ordinary place, you could start seeing Him anywhere. God is closer than we think. All we need to do is lift our finger. May the evening be a blessing to each one of us. May the good Lord protect us from all dangers. This I pray in Jesus' name. Amen. Lord, we come into your presence and submit ourselves before thee. Thank you, Lord, for this wonderful day that you have given us. Thank you for bringing us together virtually to praise you, and thank you. Lord, as this day comes to an end, we thank you for protecting us, guiding us, and guarding us. It's only your grace that keeps us moving in these tough times. Abba Father, we take this time to pray for those who are sick and infected with this coronavirus. Lord, place your healing hand on them and bless them, Lord, so that they recover quickly. We come before you, Lord, to pray for the elderly and those suffering from chronic diseases. Keep them safe from this virus, Lord. We pray for the young people. They move out of their houses, Lord. Keep them safe. Let no virus touch them. Protect them under your mighty wings, Abba Father. We pray for our government, Lord. Bless our elected officials that they do good for their people. We bring to you the people who are finding out a cure for this vaccine, Lord. Bless them that they understand this disease and bring out a vaccine to eradicate this illness, Lord. We pray for those with mental health challenges. We pray for those who feel isolated, anxious, and helpless. God, provide them every necessary support. We bring before you, Abba Father, the homeless who are unable to practice social distancing. Protect them from this deadly disease, Lord. Lord, these times, a lot of people in various fields are facing layoffs and financial hardships. Lord, keep them away from panic and bless them abundantly. We pray for the frontline workers, Lord. We thank you, Lord, for all these people who are
in this time of pandemic out to serve us. Bless them, Lord. Keep them safe and healthy. Keep their families safe and healthy. We know of people, Lord, who haven't met their loved ones for months. Bless them, Lord. Deliver them from the anxiety for their loved ones, their parents, their children. We take this time, Lord, to pray for our church. Lord, grant us peace, Lord. We pray for our Baba Tirumeni, Lord. Keep him safe. Bless him, guide him, and protect him. We pray for our Kurilos Tirumeni, Lord. Stretch out your right hand and bless him. We pray for his good health, Heavenly Father. We bring before you all our Tirumenis and our Achans, Lord. Bless them. Keep all of us safe, Lord. Father, we trust you, Lord. Teach us to be your faithful children in this time of global crisis. Bless each one of us. Bless the whole world, Lord. Take us under your mighty care, Lord. Our Father, we want to thank you for this gift of life. Lord, you say, where 2 or 3 are gathered in your name, you are in their midst. Thank you for being with us. Thank you for our church and for the leaders you have given us. Thank you for allowing us to worship and feed on your word. Let everything we have learned bear fruit in our lives, so that your light can shine upon men and they may glorify you, the true living God. Help us also to focus on you and your word, and not the things of this world that cause us to be depressed and anxious. Father, remove any form of destruction that the enemy has set before us to steal your word from our hearts, and help us to yield 100-fold, 60 and 30-fold. Help us to continue living and walking according to your word and not by what we see. Father, help us to turn our eyes away from worthless things so that we can focus on our Lord and Savior Jesus. We shall raise voices of glory and thanksgiving to you, Christ Jesus, who is our Redeemer, to God the Father, who is our hope, and the Holy Spirit, who is our protection, now and always, forever and ever. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.